ടാങ്കിൻ്റെ അറ്റത്തൊക്കെ കുറച്ച് തുരുമ്പുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ പണി സ്ഥലം. മിസ്സിങ്. പക്ഷേ അതിൻ്റെ വാക്യൂം പിസ്റ്റണും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 180 കാർബറേറ്റർ ഉണ്ടോ ചേട്ടാ? 180 കാർബറേറ്റർ ഉണ്ടോ? ഓ കാർബറേറ്റർ കിട്ടിയിട്ടുണ്ട്. 2004. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ FC ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്റ്റാർട്ടാവുന്നില്ല ഇത്. നല്ല സമയം. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, സ്റ്റാർട്ടാകത്തില്ല. ഇത് ശരിയാക്കാനാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. പക്ഷേ ഞാൻ ഇപ്പോൾ വണ്ടി വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വന്നേയുള്ളൂ, അപ്പോഴൊക്കെ സ്റ്റാർട്ടായിരുന്നു. എണ്ണ ഓഫാക്കി ചെയ്യണം. ചുമ്മാണോ സ്റ്റാർട്ടാവാത്ത? എണ്ണ ഇറങ്ങട്ടെ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ FC ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ ടാങ്കിൻ്റെ അത് ചെറിയൊരു തുരുമ്പുണ്ട്. പിന്നെ ഇതിൻ്റെ കാർബറേറ്റർ അറപ്പുണ്ട്. ക്ലീൻ ചെയ്തിട്ട് മാറിയില്ല. അപ്പോൾ കാർബറേറ്റർ മാറ്റി 180 കാർബറേറ്റർ വയ്ക്കണം. പിന്നെ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റണം. ആ വീഡിയോസൊക്കെ നിന്ന് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനിപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ഒരു മിനിറ്റ്, വണ്ടി സ്റ്റാർട്ടായിട്ട് ഞാൻ വരാം. അപ്പോൾ ഗൈസ്, അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ FCയുടെ കാർബറേറ്റർ വാങ്ങണം. അതിന് ബജാജിൻ്റെ ഷോറൂം പോയി 180 കാർബറേറ്റർ വാങ്ങണം. പിന്നെ അതിന് ശേഷം ഇതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് മാറുന്നില്ല. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കണം. ടൈറ്റ് ചെയ്ത് നോക്കി കിടക്കുകയും മാറുന്നില്ല. ഇതിപ്പോൾ നമ്മൾ എടുത്ത വണ്ടിയാണ്, സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്. അപ്പോൾ ടാങ്കിൻ്റെ സൈഡിൽ ചെറിയൊരു കരടുണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ കാർബറേറ്റർ മാറ്റണം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊരു ചെറിയൊരു ഡെയിലി ഒബ്സർവേഷനായിട്ട് കണക്കാക്കാം. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ പോകണത് നമ്മൾ യമഹയുടെ ഷോറൂമിൽ പോയി ഇതിൻ്റെ സ്വിച്ച് വാങ്ങണം. ഇത് ഡുവൽ കേബിൾ ആക്സിലേറ്ററിൻ്റെ സ്വിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ കേബിൾ മാറ്റി സിംഗിൾ കേബിൾ ആക്സിലേറ്ററിൻ്റെ സ്വിച്ച് വാങ്ങണം. പിന്നെ വാങ്ങേണ്ടത് വെച്ചാൽ കാർബറേറ്റർ, അത് ബജാജിൻ്റെ ഷോറൂമിൽ പോയി 180 കാർബറേറ്റർ വാങ്ങണം. പിന്നെ വാങ്ങേണ്ടത് ചെയിൻ സ്പ്രോക്കറ്റ് നോക്കിയിട്ട് വാങ്ങുന്നുള്ളൂ. പിന്നെ കുറച്ച് ഒരു ഡീസൽ വാങ്ങിച്ചുകൊണ്ടൊന്ന് ടാങ്ക് കൂടെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെയ്യാൻ പോണ വീഡിയോ. സിംഗിൾ ആക്സിലേറ്ററിൻ്റെ കേബിളും വാങ്ങണം. അപ്പോൾ ഇത് 3 വാങ്ങണം. അപ്പോൾ നമ്മളെ വോയിസ് ക്ലിയറൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ ഇപ്പോൾ മൈക്ക് അഡാപ്റ്ററൊക്കെ ഹെൽമെറ്റിനകത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോണത് കേട്ടോ. അതാണ് ഞാൻ വണ്ടി ഇപ്പോൾ ഓടിച്ചുകൊണ്ട് സംസാരിച്ചാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്നത്. നല്ലോണം പറ്റുന്നില്ല ക്ലിയറായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇതെനിക്ക് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റും കേട്ടോ. മൈക്ക് അഡാപ്റ്ററൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ 220-ലുള്ള ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആയാലും ചെറിയ ഓഫ് റോഡ് ട്രിപ്പ് റൈഡ് അങ്ങനത്തെ വീഡിയോസൊക്കെ ആയാലും സംസാരമൊക്കെ ക്ലിയറായിട്ട് ഇനി കേൾക്കാൻ പറ്റും കേട്ടോ. അയ്യായിരം രൂപ കൂട്ടുകാർ അയച്ചത് കഴിക്കുന്നുണ്ടോ? ഉണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മുടെ ഷോറൂമിൽ പോവുകയാണ്. അത് എണ്ണയുടെ ഷോറൂമിൽ പോയി ഇതിൻ്റെ ഏതാണ് സ്വിച്ചും കേബിളും എന്താണെന്ന് ചോദിക്കാം. സ്വിച്ചുണ്ടോ? സിംഗിൾ കേബിൾ സ്വിച്ച് ഇല്ലല്ലോ. കേബിളുണ്ടോ? സിംഗിൾ കേബിൾ, സിംഗിൾ ആക്സിലേറ്റർ കേബിൾ ഡബിളാണ്, സിംഗിളാണ്. കാർബറേറ്റർ മാറാനായിട്ട് അല്ല 180 ഷോറൂമിൽ നിന്ന് ഇവിടുത്തെ ഷോറൂമിൽ ഞാൻ പറഞ്ഞ കണക്ക് ആക്സിലേറ്ററിൻ്റെ കേബിൾ മാത്രമേ കിട്ടിയുള്ളൂ, അതും സിംഗിളിൻ്റെ. ഇനിയിപ്പോൾ നേരെ ആറ്റിങ്ങിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച്. ആറ്റിങ്ങിലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ പണി പാളി. അപ്പോൾ കഴിച്ച് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പതറലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ അവിടെ കൊണ്ട് നിർത്തിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മനസ്സിൽ തോന്നുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അതങ്ങ് സെറ്റ് ആയിക്കോളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ട്രയലാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. എങ്ങനെ ആവുമെന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 180 കാർബറേറ്ററാണ് FCയിൽ സാധാരണ വെക്കുന്നത് കേട്ടോ. ഈ ഒരു 180 കാർബറേറ്റർ വയ്ക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. മാത്രമല്ല ആ ഒരു കാർബറേറ്റർ വെച്ചിട്ടുള്ള മൈലേജ് ടെസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കാർബറേറ്റർ വയ്ക്കുന്ന വീഡിയോ മിക്കവർക്ക് യൂസ്ഫുൾ ആകും കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു FCയുടെ കാർബറേറ്റർ മാറുകയാണെങ്കിൽ 10,000 രൂപ എങ്ങനെയായാലും പോകും കേട്ടോ. അപ്പോൾ 180 കാർബറേറ്റർ വയ്ക്കുന്നതുകൊണ്ടുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെ ആക്സിലേറ്ററിൻ്റെയൊക്കെ നല്ല സുഖം വരും. ഇതിപ്പോൾ ചെറിയൊരു കട്ടിയില്ലേ, അപ്പോൾ ആ ഒരു സുഖം നമ്മളെ 180 വയ്ക്കുമ്പോൾ നല്ല സ്മൂത്താകും ആക്സിലേറ്റർ കൊടുക്കാനൊക്കെ.
പിന്നെ വരുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പ് എൻഡ് മാറ്റമല്ല, ഒരു നെഗറ്റീവാണ് കേട്ടോ. നെഗറ്റീവായിട്ട് കൂട്ടണ്ട. ഒരു ടോപ്പ് എൻഡ് ഒക്കെ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഇതൊരു നെഗറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ 180 കാർബറേറ്റർ വയ്ക്കാൻ നമുക്ക് FC അത്ര പവർ കിട്ടത്തില്ല. പവർ കിട്ടും, പക്ഷേ ടോപ്പ് എൻഡ് കിട്ടത്തില്ല. ഒരു 130 140 ഒക്കെ പോകണമെങ്കിൽ നമ്മളെ 180 കാർബറേറ്റർ വെച്ചാൽ അത്ര പോകത്തില്ല കേട്ടോ. മാക്സിമം ഒരു 100 നമുക്ക് സാധാരണ FC നമുക്ക് തോന്നും. അതിനുശേഷം നമ്മളെ FC കാർബറേറ്റർ അല്ലെന്നൊരു ഫീൽ തോന്നും കേട്ടോ. അതാണ് 180 കാർബറേറ്റർ വെച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതാണ്. പക്ഷേ അല്ലാതെ നോർമലായിട്ടൊരു പോകുന്ന ആളാണെങ്കിൽ ഈ ഒരു 180 കാർബറേറ്റർ വയ്ക്കുന്നതായിരിക്കും എന്തിന് യൂസ്. കാരണം എന്താ വെച്ചാൽ മൈലേജ് നല്ലോണം കിട്ടുന്നുണ്ട്. മറ്റേ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് വീഡിയോയിൽ എനിക്ക് കിട്ടിയത് 42.6 സംതിങ് ആയിരുന്നു. നല്ല മൈലേജ് കിട്ടുന്നുണ്ട് ആ വണ്ടിക്ക്. അതൊരു നല്ല ഫ്യൂച്ചറാണ് നമ്മുടെ 180 കാർബറേറ്റർ വയ്ക്കുന്നുണ്ടുള്ളത്. അപ്പോൾ ചിലരൊക്കെ പറയും മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഞാൻ അതിൽ വെച്ചിട്ട് മിസ്സിങ്ങും കാര്യങ്ങളും എനിക്ക് അതിൽ തോന്നിയിട്ടില്ല. അതിൽ വെച്ച് ടെസ്റ്റ് ഡ്രൈവും ചെയ്തിട്ടുള്ളതാണ്. അതിലൊരു മിസ്സിങ്ങും ഇല്ല. വണ്ടി നല്ല സ്മൂത്താണ് കേട്ടോ. അത് വണ്ടി ഒരു മിസ്സിങ്ങും ഇല്ല. പിന്നെ ചിലരൊക്കെ മിസ്സിങ് ഉണ്ടെന്ന് വേണം. അതിൻ്റെ കാരണം എനിക്കറിയാൻ വയ്യ. ചിലപ്പോൾ അതിൻ്റെ അകത്ത് നീഡിലും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റിയാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും കേട്ടോ. നമ്മൾ ഇതിന് ഇപ്പോൾ 180 കാർബറേറ്റർ സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതിൽ വെച്ചിട്ട് ഇനി മിസ്സിങ്ങും കാര്യങ്ങളും എന്താ ഉണ്ടെന്ന് നമുക്ക് വീഡിയോയ്ക്ക് അവസാനം നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇനി ബജാജിൻ്റെ ഷോറൂമിൽ പോയി കാർബറേറ്റർ വാങ്ങാം ഗൈസ്. ഈ ഓഫ് റോഡ് കയറി പോകേണ്ടി വരും. ഇപ്പോൾ ഗൈസ് നമ്മൾ രണ്ടാമത്തെ കടമ്പ നിർവഹിക്കാനായിട്ട് എത്തിക്കുന്നത് ബജാജിൻ്റെ ഷോറൂമിലാണ്. ഇപ്പോൾ കാർബറേറ്ററിൻ്റെ റേറ്റ് ചോദിക്കാൻ മാത്രമല്ല വാങ്ങിക്കുകയും ചെയ്യാം. ചേട്ടാ 180 കാർബറേറ്റർ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കടമ്പ ഫ്ലോപ്പായിപ്പോയി. അപ്പുറത്ത് വേറെ ബജാജിൻ്റെ ഷോറൂമുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തിരക്കാം. ബജാജിൻ്റെ ഷോറൂമിലെത്തി. ഇവിടെയാണ് ചോദിച്ചേക്കാം. അപ്പോൾ 180 കാർബറേറ്ററിൻ്റെ റേറ്റ്. ചേട്ടാ 180 കാർബറേറ്റർ ഉണ്ടോ? ഇല്ല. കാർബറേറ്റർ അല്ലേ? അപ്പം ഗായ്സ് അപ്പോൾ എല്ലാം പൊളിഞ്ഞ് മറ്റേ കൂട്ടാനെ വിളിച്ച് കാര്യം പറയട്ടെ. അപ്പോൾ ഗായ്സ് നമുക്ക് ഈ ഷോറൂമിൽ നിന്ന് കാർബറേറ്റർ കിട്ടിയില്ല. അപ്പോൾ ഞാൻ കൂട്ടാനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ എഞ്ചിൻ സ്വിച്ച് എന്തായാലും വാങ്ങണമല്ലോ. ഈ എഞ്ചിൻ സ്വിച്ചിൻ്റെ സെറ്റ് മൊത്തത്തിൽ വാങ്ങണമല്ലോ. അപ്പോൾ അതും കൂടെ വാങ്ങിച്ച് വെച്ചേക്കാൻ പറഞ്ഞു. എന്തായാലും കാർബറേറ്റർ മാറ്റാളല്ലേ, വാങ്ങിച്ച് വെച്ചേക്കാൻ പറഞ്ഞു. ഇനി അതിനുവേണ്ടി തിരിച്ച് ആറ്റിങ്ങ ഷോറൂമിൽ വരണ്ടല്ലോ. അപ്പോൾ ഞാനും വിചാരിച്ചത് തന്നെ ഓക്കെ, എനിക്ക് പിന്നെ ആ സ്വിച്ചും കൂടെ വാങ്ങിച്ച് വെച്ചേക്കാം. കാർബറേറ്റർ ഇപ്പോൾ സ്റ്റോക്കൊന്നും വരാത്തോണ്ടായിരിക്കും. ഇപ്പോൾ എവിടെയും സ്റ്റോക്കില്ല. എനിക്കൊരു ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ ഹോൾഡർ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി KTMൻ്റെ ഷോറൂമിൽ ഫുള്ള് കയറി ഇറങ്ങി. കാറ്റിങ്ങൽ, കൊല്ലത്ത് എല്ലായിടത്തും പോയി. എവിടെയും സാധനം സ്റ്റോക്കില്ല. അതുപോലെ തന്നെ ഇവിടെ ബജാജിൻ്റെ കേസും അതാണൊക്കെ ഒന്നും വരക്കില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സ്വിച്ചും കൂടെ വാങ്ങിച്ച് വെച്ചേക്കാം. ആരിപ്പോൾ ബജാജിൻ്റെ ഷോറൂമുണ്ട്, അവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിക്കാം. പോയി ചോദിക്കുന്നില്ല, വെറുതെ എണ്ണാണെന്നതിനാണ്. ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിക്കാം. ചെയിൻ പോക്കറ്റ് മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓടിച്ചിട്ട് എനിക്ക് സൗണ്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ അവനെ വിളിച്ച് കാര്യം പറയാം. മാറേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയാം. അപ്പോൾ നമ്മൾ അടുത്ത യമഹയുടെ ഷോറൂമിൽ എത്തി. ഇപ്പോൾ ഇവിടുന്ന് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കയറ്റൊക്കെ അടച്ചിട്ടിരിക്കണം. ഇവിടെ എഴുതിയിട്ട് അകത്ത് കുറേ സാധനം എടുത്തുകൊണ്ട് വരത്തേ ഉള്ളൂ. കാരണം ആ വണ്ടിയുടെ ആക്സിഡൻറ്റിൻ്റെ സ്വിച്ച് വേണം വരുന്നത്. FC ഇവിടെ ആദ്യമേ വെളിയിൽ പറയണം, കാര്യങ്ങളൊക്കെ ഒരു ബുക്കിൽ എഴുതി കൊടുക്കണം. അപ്പോൾ അവർ അകത്ത് പോയി സാധനം എടുത്തുകൊണ്ട് വെളിയിൽ കൊണ്ടുവരും. അതാണ് അവസ്ഥ. ഇവിടെ കിടക്കണ വണ്ടിയിലുണ്ടോ V3 ഉണ്ട് അങ്ങറ്റത്ത് കിടക്കണം. അടിക്കടിക്കുക ചെയ്യണം. സനൽ, ഡ്യൂക്ക് സനൽ, കലമ്പലം, 81 1 FC FCയുടെ ഹാൻഡിലിൻ്റെ സ്വിച്ച്. ഷോറൂമിൻ്റെ അകത്തോട്ട് വണ്ടി കയറ്റുകയാണ് കേട്ടോ. അപ്പം മൊത്തം സോപ്പ് വെള്ളം വെച്ച് മിററും ബേക്കിലത്തെ ഭാഗവും സോക്കറ്റും വണ്ടിയുടെ താക്കോലും എല്ലാം കഴുകിയിട്ടാണ് അകത്തോട്ട് കയറ്റുന്നത് കേട്ടോ. നോക്കാം. ഓക്കെ, ചെയിൻ്റെ പുഷ്, സിംഗിളിൻ്റെ ത്രോട്ടിൽ, ആക്സിലേറ്ററിൻ്റെ സ്വിച്ച്, ചെയിൻ പോക്കറ്റ്. ഓക്കെ, എല്ലാം കൂടെ എനിക്ക് ആയത് 2023 കേട്ടോ. ഇത്രയും വാങ്ങിച്ചപ്പോൾ ആയത് കേട്ടോ. നല്ല മ്യൂസിക് ഉണ്ട്. FC വരുന്ന മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ് തന്നെ കേട്ടോ ഈ കാർബറേറ്റർ. എത്ര FC ഇങ്ങനെ കാർബറേറ്റർ 180 വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു 4-5 ബൈക്കുണ്ട് ഇങ്ങനെ 180 കാർബറേറ്റർ വെച്ചത്.
എഫ്സിക്ക് മെയിനായിട്ട് കാർബറേറ്ററാണ് കേട്ടോ കംപ്ലൈൻ്റ് ആകുന്നത്. മറ്റേ 180 കാർബറേറ്റർ ഉണ്ടോ? 180 കാർബറേറ്റർ ഓ ഇവിടെ ഉണ്ടോ അപ്പോൾ? ഇല്ലേ, ഇല്ല. പ്രിൻസ് ആട്ടോ പാർട്സ് അതാണ് കടയുടെ പേര് കേട്ടോ. അപ്പോൾ ഇവിടെ സാധനമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ വരുമെന്ന് പറയണത്, വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് പുള്ളിക്കാരൻ നമ്പർ ഞാൻ വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ സാധനം വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് കാർബറേറ്റർ വാങ്ങിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ചെയിൻ സ്പോക്കറ്റ് മാറ്റമൊക്കെ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഇവിടെയാണ് കേട്ടോ ചെയിൻ സ്പോക്കറ്റ് മാറ്റാനായിട്ട് പോകണം. ഇവിടെ നിന്ന് വിടൂലേണ്ട ഉണ്ടാ, അവിടേക്ക് പിടിച്ച് വെച്ചേക്കണോടാ, അതുവഴി വിടത്തില്ല. അവിടെ ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു. കറങ്ങിപ്പോണം, ഞാൻ പറഞ്ഞില്ലേ നല്ല ചുറ്റിയാണ് പോകാനുള്ളത്. ഇനി വാണിയെട്ടി അപ്പോൾ ഞാൻ ഗ്രീസ് വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ കല്ലമ്പലത്തുള്ളൊരു ചെറിയൊരു കടയിൽ കയറി ഗ്രീസും കൂടെ വാങ്ങണം. എന്നുവെച്ചാൽ ചെയിൻ സ്പോക്കറ്റ് ഇടാൻ നേരത്തെ അതിൻ്റെ ആക്സിലൊക്കെ ചെറുതായിട്ട് ഗ്രീസും കൂടെ ഇട്ടിട്ട് വേണം ഇടാനുള്ള. അപ്പോൾ ഗ്രീസും കൂടെ വാങ്ങിക്കാം. ചെറിയ ബോട്ടിൽ അല്ലെങ്കിൽ ട്യൂബിലോ ഗ്രീസ് അങ്ങനെ കിട്ടുമെങ്കിൽ കൊള്ളായിരുന്നു. 10-50 അങ്ങനെ ഒതുങ്ങിയും കൊള്ളായിരുന്നു. 8ൻ്റെ ടീ ഉണ്ടോ? അപ്പോൾ കാശ് നമുക്ക് ഗ്രീസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രീസ് ഇത് 30 രൂപ ആയിട്ടുള്ളേ, ഒരു ടിന് ഗ്രീസ് ചെയിൻ സ്പോക്കറ്റ് മാറ്റാനായിട്ട്. അപ്പോൾ കാർബറേറ്റർ ഇപ്പോൾ പാരിപ്പള്ളി ഷോറൂമിൽ വിളിച്ചു ചോദിച്ച്. അപ്പോൾ അവിടെ കാർബറേറ്റർ ഉണ്ടെന്ന് പറയണം. അപ്പോൾ അവിടെ പോയി കാർബറേറ്റർ വാങ്ങണം. പാരിപ്പള്ളി പോവാം. അപ്പം ഇനിയിപ്പോൾ നേരെ പാരിപ്പള്ളിയിലൂടെ പോയിട്ട് വന്നിട്ട് കാർബറേറ്റർ വാങ്ങിച്ച് ചെയിൻ സ്പോക്കറ്റ് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്പീഡ് കേട്ടോ 160. എഫ്സിയിൽ ഇത്ര സ്പീഡ് ആരും പോകത്തില്ല തോന്നുന്നു കേട്ടോ. 160 ഞാൻ പോകണം കേട്ടോ. പറപ്പിക്കട് പോ 160 മുകളിലോട്ട് കയറുന്നില്ല കേട്ടോ. 60 സ്റ്റക്കായിരിക്കാൻ കേട്ടോ. ചുമ്മാ വേണ്ട, വില കുടിച്ചിട്ട് 160 തന്നെ. മീറ്റർ കംപ്ലൈൻ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് 150, 160 വന്നിരിക്കും കേട്ടോ. ഇപ്പോൾ പയ്യെ പോയത് ഇപ്പോഴും 160 തന്നെ. 19 അങ്ങനെയൊക്കെ ആയിരിക്കും. കാർബറേറ്റർ കിട്ടിയിട്ടുണ്ട്. 2482 കേട്ടോ ആയത്. 180 കാർബറേറ്റർ. ബാഗ് നിറച്ച് ഇപ്പോൾ സാധനങ്ങൾ തന്നെ കേട്ടോ. $5000 കൊണ്ട് ഇറങ്ങിയാണ്. ഇനിയിപ്പോൾ ഉള്ളത് 220 രൂപ ബാക്കി ഇരിപ്പുണ്ട്. എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് വിടുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വീടെത്തി. ഇനി ബാഗിൻ്റെ അധികം സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് നമ്മൾ ടൂൾ കിറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് പണി തുടങ്ങാം. അതിനുമുമ്പ് അകത്തെടുത്ത് വെള്ളം കുടിക്കട്ടെ. ടൂൾ കിറ്റൊക്കെ എടുത്ത് അവിടെ റെഡിയാക്കി വയ്ക്കാം. ബാഗിൻ്റെ അകത്തുള്ള സാധനം എടുത്ത് വെളി വയ്ക്കാം. കാർബറേറ്റർ, ചെയിൻ സ്പോക്കറ്റ്, ചെയിൻ ബുഷ്, ആക്സിലേറ്റർ സ്വിച്ച്, ത്രോട്ട്, ഗ്രീസ്, ആക്സിലേറ്ററിൻ്റെ കേബിൾ. ഓക്കെ, ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചാണ് ഇനി വണ്ടി ഇപ്പം ശരിയാക്കാൻ പോകുന്നത്. ഇനി പണി തുടങ്ങാം. ഇത് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്നും നിങ്ങൾ കാണിക്കുന്നില്ലെന്ന് വെച്ചാൽ വീഡിയോ ഒരു 30 മിനിറ്റിലൊന്നും ഒതുങ്ങാതായി പോകും. അത്രയും സമയം എടുക്കും. ഇത് ഞാനാണ് ശരിയാക്കുന്നത്. അപ്പം നല്ല സമയം എടുത്തായിരിക്കും ഞാൻ ശരിയാക്കുന്നത് കേട്ടോ. വർക്ക്ഷോപ്പിലേക്ക് ആണെങ്കിൽ പെട്ടക്കനെന്ന് ശരിയായി തന്നേനെ. എനിക്കിത് സമയമൊക്കെ ഉള്ളൂ എന്ന് വെച്ചാൽ അത്രമാത്രം ടൂൾസും കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല കേട്ടോ. അപ്പം എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗായ്സ് നമ്മുടെ വണ്ടിയുടെ പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റ് മാറ്റില്ല കേട്ടോ. ചെയിൻ സ്പോക്കറ്റ് അതേ കണക്ക് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെയിൻ സ്പോക്കറ്റ് കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച ചെയിൻ സ്പോക്കറ്റ് പോയിരുന്നു. അപ്പോൾ ചെറിയൊരു അടിയുണ്ടായിരുന്നു. ചെയിൻ ടൈറ്റ് ചെയ്തിട്ടപ്പോൾ ശരിയായി. ജസ്റ്റ് ഒന്ന് ഊരി ടൈറ്റ് ചെയ്തിട്ടപ്പോൾ ശരിയായി. എൻ്റെ കൂട്ടുകാരെ പറഞ്ഞ് ചെയിൻ സ്പോക്കറ്റ് മാറ്റാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വാങ്ങിച്ചു വെച്ച്. അപ്പോൾ ഇതിനൊരു കുഴപ്പമില്ല. അതുകൊണ്ട് ഇനിയും ഇത്രയും ടൈറ്റ് ചെയ്യാൻ കിടക്കണം. ഓടിച്ചപ്പോഴും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഓടിച്ചിട്ടാണ് ഞാൻ വന്നത്. കാർബറേറ്റർ മാറ്റി, കാർബറേറ്ററിൻ്റെ ഈ ഒരു പൈപ്പ് മാറ്റി. പുതിയ 180 കാർബറേറ്റർ ചോക്കിൻ്റെതാണ് ഊരിയിട്ടിരിക്കുന്നത് കേട്ടോ. ചോക്കിൻ്റെ എഫ്സിയുടെ ചോക്കിൻ്റെതാണ് ഊരിയിട്ടിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കാർബറേറ്റർ 180 വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു എൻജിൻ ലൈറ്റ് അത് കത്തി കിടക്കും. ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതാണ് ഇപ്പോൾ കാർബറേറ്റർ മാറ്റുന്നൊന്നും കാണിക്കാത്തത്. അന്ന് വർക്ക്ഷോപ്പിൽ കൊടുത്താണ് മാറ്റിയത്. പക്ഷേ ഇന്ന് ഞാനാണ് മാറ്റിയേട്ടാ. സംഭവം ഓക്കെ ആയി. ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളെ ഇതിൻ്റെ ഫുള്ള് മാറി. ഇതിൻ്റെ എന്താണ് ഈ ഒരു സ്വിച്ച് പുതിയതാണ്. ഈ ഒരു ഗ്രിപ്പും മൊത്തത്തിൽ പുതിയതാണ്. അതിൻ്റെ ഒരു മികവ് വണ്ടിയിൽ കാണാനുണ്ട്. ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടായി. നേരത്തെ ഭയങ്കര മിസ്സിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ.
ഞാൻ ഇപ്പോൾ ചെരുപ്പ് പോലും ഇട്ടില്ല കേട്ടോ, കൈ മൊത്തം അഴുക്കുവാണ്, ചെരുപ്പ് പോലും ഇടാതെ ഇറങ്ങിയത്. വണ്ടി മീറ്റർ മുമ്പിലാണ് കേട്ടോ. അപ്പോൾ ഓടിക്കാൻ ആക്സിഡൻറ്റ് ഉണ്ടപ്പോൾ ഒറ്റ 2 വിരൽ മതി നമുക്ക് കൈ പറപ്പിച്ച് പോകാനായിട്ട്. ഭയങ്കര സുഖം കേട്ടോ, അടിപൊളി സുഖം. നേരത്തെ ഓടിച്ചിട്ട് ഇപ്പോൾ ഓടിക്കാൻ നേരത്തെ ഉണ്ടല്ലോ ഭയങ്കര വ്യത്യാസം വണ്ടിക്ക്. വണ്ടിയുടെ പെർഫോമൻസേ മാറിപ്പോയി വണ്ടിയുടെ. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമ്മൾ പൾസറിൻ്റെ ആക്സിഡൻറ്റ് ഇല്ല, സെയിമാണ് നമുക്ക് FC ഇപ്പോൾ വന്നിരിക്കുന്നത്. വണ്ടിക്ക് ഒരു മിസ്സിങ് കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ കുറച്ച് ഓടിയിട്ടാണ് വന്നിരിക്കുന്നത്, കുറച്ച് ഓടിച്ചിട്ട് നോക്കിയിട്ടാണ് ഞാൻ വന്നത്. ക്യാമറ ഭാഗത്ത് വെച്ചിരിക്കുക, ഞാൻ പിന്നെ എടുത്തില്ല. നല്ല പണിയുണ്ടായിരുന്നു. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ പണിഞ്ഞ് വണ്ടി ഇരുന്ന്. എന്ന് വെച്ചാൽ ഞാനല്ലേ പണിയത്, വർഷാപ്പിലല്ല. ഒരുപാട് ടൂൾസിൻ്റെ കാര്യത്തിൻ്റെ കുറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടൂൾ എടുക്കുക, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അങ്ങനെ ടീ സ്പാനറൊന്നും ഇല്ലായിരുന്നു. സ്പാനറൊക്കെ എടുക്കുക, കൂട്ടാൻ്റെ വീട്ടിൽ പോയി അങ്ങനെയൊക്കെയാണ് വന്ന് ശരിയാക്കിയതെല്ലാം. എന്തായാലും ഒരുവിധം ഒപ്പിച്ച് വച്ചിട്ടുണ്ട്. സംഭവം ഇപ്പോൾ പൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി സൂപ്പറായിട്ടുണ്ട്. കാർബറേറ്ററൊക്കെ സെറ്റ് ചെയ്ത് വണ്ടി വേറെ ലെവലായിട്ടുണ്ട്. ഓട്ടിക്കാനൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട വണ്ടി ഇപ്പം എൻ്റെ പണിഞ്ഞ സാധനങ്ങളൊക്കെയാണ് ഇവിടെ അലങ്കോലമായിട്ട് കിടക്കുന്നത്. ടാങ്കും ക്ലീൻ ചെയ്തിട്ടുണ്ട്, അത് പറയാൻ മറന്നു. ടാങ്ക് ക്ലീൻ ചെയ്ത് പെട്രോളൊക്കെ തിരിച്ച് അതിൻ്റെ തന്നെ ഒഴിച്ച്. വലിയ കരടൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ടാങ്കിൻ്റെ അറ്റത്തൊക്കെ കുറച്ച് തുരുമ്പുണ്ടായിരുന്നു. ഈ റിസർവ് മെയിൻ വരുന്ന ഭാഗത്തില്ലേ, ആ ഭാഗത്തൊക്കെ നല്ല തുരുമ്പുണ്ടായിരുന്നു. അതൊന്നും പെട്ടെന്ന് കാണിക്കാൻ പറ്റില്ല കേട്ടോ. എന്ന് വെച്ചാൽ എന്താണ് ആകെ ടയർഡായി. ഇപ്പോൾ വീഡിയോ എടുക്കാതെ മൂടൊന്നും കിട്ടില്ലായിരുന്നു. ഇപ്പോൾ വണ്ടിയെല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ക്യാമറ എടുത്തത്. പിന്നെ ഇപ്പോൾ എനിക്ക് സഹായിക്കാൻ കൂട്ടാനും ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം അഖില് കേട്ടോ, അതിനുണ്ടായിരുന്നു വീട്. പിന്നെ ഇതാണ് എൻ്റെ പണി സ്ഥലം. മൊത്തം വേണ്ട സ്ക്രൂ ഞെട്ടും മൊത്തം പല സ്ഥലത്തായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വേണ്ട പഴയ കാർബറേറ്റർ ഇതാണ് നമ്മുടെ FC കാർബറേറ്റർ. ഇതിന് ഭയങ്കര മിസ്സിങ്, പക്ഷേ ഇതിൻ്റെ വാക്യൂം പിസ്റ്റണും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ മിസ്സിങ് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ കേട്ടോ. എന്തായാലും കാർബറേറ്റർ മാറി വണ്ടി പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടാൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന സ്പാനറുകൾ. ഈ ടീയും 2 റിങ്ങും ഒക്കെയാണ് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സിലിക്കോൺ ഗമ്മാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണ് ഞാൻ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ടാങ്കിൻ്റെ അടിയിലത്തെ സെൻസറും റിസർവ് മെയിനൊക്കെ ഊരി എടുത്തായിരുന്നു. അപ്പോൾ ഊരി എടുത്തിട്ട് തിരിച്ച് ലീക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇതും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ അത് സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് FC ത്രോട്ടിലാണ് അപ്പോൾ ഇത് FC ത്രോട്ടിലാണ്. ഇത് 2 കേബിളിൻ്റെ വരുന്ന ആ ത്രോട്ടിലാണ്. അതാണ് 2 ഹോള് നടക്കുന്നത്. ഇതതിൻ്റെ സ്വിച്ച്. ഇതിൻ്റെ ഒന്നും കുഴപ്പമില്ലാത്ത സ്വിച്ചാണ്. കേബിളുകൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പണിഞ്ഞാണ് കൈ മൊത്തം കണ്ട അഴുക്ക്. ഇതൊന്നും അല്ല, കുറച്ച് പെട്രോളൊക്കെ വെച്ച് കഴുകിയാണ്. എങ്കിലും ബാക്കി കുറച്ച് അഴുക്കുകളൊക്കെ കൈ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ. ഓക്കെ.